വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വ്യാപാര സ്ഥാപനങ്ങളിൽ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന്റെ പേരിൽ വ്യാപാരികളെ ദ്രോഹിക്കരുതെന്ന് പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷൻ. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കവറുകൾക്ക് ഒക്ടോബർ 1 മുതൽ മലപ്പുറം ജില്ലയിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ തീരുമാനം പ്രായോഗികമല്ലെന്നും വ്യാപാരികൾ പ്ലാസ്റ്റിക് നിരോധനത്തിന് എതിരല്ലെന്നും മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ വ്യക്തമാക്കി. തന്നെ 5 പൈസയുടെ മിഠായി മുതൽ ഒന്ന് വെളിച്ചെണ്ണയാണെങ്കിലും അരിയാണെങ്കിലും മറ്റ് പാലജ്ഞാനങ്ങളൊക്കെ തന്നെ പ്ലാസ്റ്റിക് ബാഗിലാണ്, ബിസ്ക്കറ്റുകളടക്കം. അതുപോലെ സർക്കാരിൻ്റെ മിൽമ പാലുകളടക്കം. ഇതിനൊന്നും യാതൊരു നിയന്ത്രണവുമില്ല. അതൊക്കെ യഥേഷ്ടം അവിടെ നമ്മളെ വീടുകളിൽ കൊണ്ടുപോയി നമുക്ക് വലിച്ചെറിയുക, പൊതുരംഗത്തിൽ വലിച്ചെറിയുക. പക്ഷേ ഈ കീശ കൊടുക്കുന്നതിൽ മാത്രം സർക്കാരിന് ഇങ്ങനെ അതൃപ്തി ഉണ്ടാകുന്നതിലാണ് വ്യാപാരി സംഘടനകളുടെ പ്രതിഷേധം. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്കെതിരെ നടപടി കർശനമാക്കാൻ കഴിഞ്ഞ ദിവസം ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിരുന്നു. പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ ഉൾപ്പെടെ ഒറ്റത്തവണ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഒക്ടോബർ 1 മുതൽ ഉപയോഗിക്കരുത് എന്നാണ് നിർദ്ദേശം. വ്യാപാരികളെ ദ്രോഹിക്കുന്ന സമീപനമാണ് ഇതിലൂടെ സർക്കാരിൽ നിന്ന് ഉണ്ടായിരിക്കുന്നതെന്ന് പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ചെറുകിട വ്യാപാര രംഗത്ത് ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് പ്ലാസ്റ്റിക് നിരോധന തീരുമാനം വ്യാപാരികളെ കൂടുതൽ ബാധിക്കുമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റും പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റുമായ PTS മൂസു പറഞ്ഞു. 99% സാധനങ്ങളും പ്ലാസ്റ്റിക് പാക്കറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കസ്റ്റമർ വന്ന് അതിൽ നിന്ന് 4, 5, 8 ഐറ്റം പർച്ചേസ് ചെയ്താൽ അവനുപയോഗിക്കുന്ന കീശക്ക് മാത്രം സർക്കാർ നിബന്ധനകളും കടുത്ത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി വ്യാപാരികളെ പീഡിപ്പിക്കുന്ന പ്രവണതയാണ് ഇപ്പോൾ സർക്കാരിന് ഉദ്യോഗസ്ഥന്മാരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്ലാസ്റ്റിക് നിരോധനത്തിന് വ്യാപാരി സംഘടനകൾ എതിരല്ല. അത് നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആവശ്യകതയാണ്. പക്ഷേ അതിനെല്ലാം ഒരു ശാശ്വത പരിഹാരവും അതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്ന പൊതുജനങ്ങളെ ബോധവൽക്കരണം നടത്തി, അതല്ലെങ്കിൽ അവർക്ക് പിഴ ചുമത്തി. മുമ്പ് മഹാമാരി കോവിഡ് വന്നപ്പോൾ മാസ്ക് നമ്മൾ ആരും ഉപയോഗിച്ചിരുന്നില്ല, ഓപ്പറേഷൻ തിയേറ്ററിൽ മാത്രമായിരുന്നു ഉപയോഗിച്ചത്. പക്ഷെ ഇന്ന് കൊച്ചു കുട്ടികൾ പോലും ആ മാസ്ക് ഉപയോഗിക്കാനുണ്ടായ കാരണം ആ രോഗത്തിന്റെ ഭയം കൊണ്ടല്ല, ഫൈൻ ഈടാക്കുമെന്ന് സർക്കാർ ഉദ്യോഗസ്ഥന്മാരും പോലീസും ഒക്കെ ഫൈൻ ഈടാക്കി തുടങ്ങിയപ്പോഴാണ്. അതുപോലെ തന്നെയാണ് ഈ പ്ലാസ്റ്റിക് കീശകൾ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കച്ചവടം വളരെയേറെ പ്രയാസവും പ്രതിസന്ധിയിലും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് വഴിവാണികക്കാർ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന്, ഒരു ഭാഗത്ത് അങ്ങനെ വൻകിട കുത്തകളുടെ മാളുകൾ, കോർപ്പറേറ്റ് സാധനങ്ങൾ, അങ്ങനെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറുകിട വ്യാപാര മേഖല വളരെയേറെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞുകൊണ്ടാണ് നിലനിൽക്കുന്നത്, പിടിച്ചു നിൽക്കുകയാണ്. മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി CPM ഇക്ബാൽ, ട്രഷറർ ലത്തീഫ് ടാലൻ എന്നിവരും ചേർന്നാണ് കാര്യങ്ങൾ വ്യക്തമാക്കിയത്. പ്ലാസ്റ്റിക് കവറുകളുടെ നിരോധനത്തിന് വ്യാപാരികൾ എതിരല്ല. എന്നാൽ പ്ലാസ്റ്റിക് വസ്തുക്കളുടെ പേരിൽ വ്യാപാരികളെ മാത്രം കുറ്റപ്പെടുത്താനാണ് സർക്കാരിന്റെ ശ്രമം. സകല സാധനങ്ങളും പ്ലാസ്റ്റിക് കവറുകളിൽ പാക്ക് ചെയ്താണ് വരുന്നത്. എന്നിട്ടും പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ പോലുള്ളവ മാത്രം എടുത്തു കളയുന്നതിലാണ് വ്യാപാരികൾക്ക് പ്രതിഷേധമെന്നും വ്യാപാര സംഘടനാ നേതാക്കൾ വ്യക്തമാക്കി. 50% വ്യാപാരികൾ നഷ്ടത്തിലാണ് ഇപ്പോൾ കച്ചവടം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത്തരം കർശന നിയന്ത്രണങ്ങൾ, മുന്നൊരുക്കങ്ങളില്ലാതെ, ഇപ്പോൾ ബഹുമാനപ്പെട്ട കലക്ടർ 24-ാം തീയതി വിളിച്ച യോഗത്തിൽ 1-ാം തീയതി മുതൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തുന്നു നോക്കുമ്പോൾ ആ യോഗത്തിൽ പങ്കെടുത്ത ഞങ്ങളെ പ്രതിനിധികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് സമയം വേണം, ഞങ്ങൾ അതിനോട് സഹകരിക്കാൻ തയ്യാറാണ്. ഒരു 4 ദിവസം കൊണ്ടോ 5 ദിവസം കൊണ്ടോ ഇത് പെട്ടെന്ന് നിർത്തൽ ചെയ്യാൻ പറ്റാവുന്ന ഒന്നല്ല പ്ലാസ്റ്റിക്. അപ്പോൾ അതിൻ്റെ ഭവിഷ്യത്തുകൾ വ്യാപാരികൾക്ക് മേൽ മാത്രം പഴി ചുമത്തുന്ന ആ രീതിയിൽ നിന്നും മാറി പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നവർക്കൊക്കെ തന്നെ പിഴ ചുമത്തുന്ന രീതിയിലേക്ക് സർക്കാരും ഉദ്യോഗസ്ഥന്മാരും മാറണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.